നമസ്കാരമുണ്ട്. ഞാൻ പാലക്കാട് ജാമിച്ചനാണ്. അപ്പോൾ 24 പ്രേക്ഷകർക്ക് എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. എന്താണ് ജൂൺ മാസം 3-ാം തീയതിയല്ലേ എന്ന് എന്താ പറയുന്നു? പാലക്കാട് എല്ലാ സ്കൂളും അതിഗംഭീരമായി പ്രവേശനോത്സവം ആഘോഷിക്കുകയാണ് കേട്ടോളി. ഞാൻ നമ്മുടെ പാലക്കാട് ഗവൺമെൻറ് മോയിൻ LP സ്കൂളിലേക്ക് വന്നതാണ്. എന്താ കുട്ടികൾ ഒന്നും പറയണ്ട, ഗംഭീരമായിട്ടൊക്കെ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുകയാണ്. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമേ എല്ലാവരെയും ഒന്ന് കാണാട്ടോളി. അതെ, ഇതാ നിൽക്കി മക്കളെ. എന്താ വർത്തമാനോ? സ്കൂളിലേക്ക് വന്നാണ്. ഇന്ന് സ്കൂൾ തുറന്നതല്ലേ, അടിപൊളിയാക്കണം പഠിപ്പുകൾ. എന്ത് പറയുന്നു? ഇന്ന് 2 മാസം വീട്ടിലിരുന്നതല്ലേ, സ്കൂളിലേക്ക് വരാൻ മടിയുണ്ടായിരുന്ന? ഇല്ല. മടിയില്ലാട്ടോളി. അതാണ് മിടുക്കരായ മക്കള് പറയുന്നത്. ഇല്ലേ? എന്ത് പറയുന്നു? എത്രാം ക്ലാസ്സാ പഠിക്കണ്? 3-ാം ക്ലാസ്സിലാണ്. അപ്പൊ അണിഞ്ഞൊരുക്കി നേരത്തെ വന്നതാണില്ലേ. ഇനിയാണ് ചങ്ങാതിമാരുടെ കൂടെ ഇങ്ങനെ നടക്കാലോ അല്ലേ. അപ്പൊ എല്ലാവരും നല്ല ശ്രദ്ധ വേണം കേട്ടോളി. രണ്ടാളും ഒരേപോലെ ഇരിക്കണല്ലോ. അതെ. എത്രല്ല പഠിക്കണ്? 1-ാം ക്ലാസ്സിലാ. 1-ാം ക്ലാസ്സിലേക്ക് വന്നതാണില്ലേ. അക്ഷര ലോകത്തേക്ക് പുതിയ മക്കളാണ്. LKG UKG ഒക്കെ പോയാ അതൊക്കെ കഴിഞ്ഞിട്ടാ വന്നിരിക്കണ്. സന്തോഷമല്ലേ? സ്വന്തം മുഖം വാടാൻ പാടില്ല. ഇനി കൂട്ടുകാരൊക്കെ നിറയുണ്ടാകുമല്ലോ അല്ലേ. ഉഷാറല്ലേ പഠിക്കാൻ? ഗംഭീരമാണ് പഠിപ്പ്. കേട്ടോളി. എല്ലാവർക്കും ഉഷാറല്ലേ? എന്ത് പറയുന്നു? എന്റെ ഇപ്പോ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ആണ്. ഇപ്പോ ഹാപ്പിയിലാണ്. ഹാപ്പി അല്ലേ പറഞ്ഞത്? എന്റെ ഇപ്പോ ഹാപ്പി ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആണ്. അപ്പൊ ജാമീസിന്റെ മനസ്സിൽ പിറന്നാൾ ആശംസകളോടി നേരിയാണ് കേട്ടോളി. ഗംഭീരമായി പഠിക്കട്ടെ. നല്ലൊരു ദിവസമല്ലേ. പൊട്ടും പാദ്യത്തിനോടുകൂടിയാണ് ഇന്ന് പിറന്നാൾ ആഘോഷം അല്ലേ. 3-ാം ക്ലാസ്സിലാണ്. പഠനം ഗംഭീരമായിട്ട് കേട്ടോളി. എന്താണ് പറഞ്ഞ സന്തോഷമല്ലേ? എത്രല്ല പഠിക്കണ്? 4-ാം ക്ലാസ്സിലാണ്. നന്നായി പഠിക്ക്. ഇതാ അമ്മമാരുണ്ടല്ലോ, ആരെങ്കിലും എന്തെങ്കിലും പറയേ. എന്താണ് വർത്തമാനം? പറയും. സ്കൂൾ തുറന്നതല്ലേ. 2 മാസം കുട്ടികളുടെ മേച്ചും മതിയായി. ഇനിയിപ്പോ ടീച്ചർമാറിനെ ഏൽപ്പിക്കുകയാണ് ഇല്ലേ. കുട്ടികൾ പഠിക്കണ്ടേ? അതുകൊണ്ട് പഠിക്കട്ടെ. നന്നായി പഠിക്കണം കേട്ടോളി. സന്തോഷമായി. അപ്പൊ 24 പ്രേക്ഷകരൊക്കെ കാണുകയാണ് നിങ്ങളുടെ കാഴ്ച. 24 പ്രേക്ഷകർക്ക് ഒരു പിന്നെ ആശംസ പറയും. 24 ചാനലൊക്കെ കാണാറുണ്ടോ നിങ്ങ? ശ്രീകണ്ഠൻ നായർ സാറിന്റെ പരിപാടി. നമ്മളെ 1-ാം ക്ലാസ്സിലേക്ക് പോവുകയാണ് കേട്ടോളി. പുതിയ കുട്ടികൾ പുത്തനുടുപ്പും പുസ്തക ചേഞ്ചിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് നമുക്ക് കാണാം. മക്കൾക്ക് എത്തിയല്ലേ. 1-ാം ക്ലാസ്സിൽ വന്നിരിക്കാണ്. എന്ത് പറയണ്? പഠിക്കാൻ വന്നാണ് മിടുക്കരായിട്ട് ചന്തത്തില്. പറയും സ്കൂളിൽ വന്ന് എന്താണ് വിശേഷം? ഗംഭീരമായി പഠിക്കില്ലേ? പഠിക്കണം കേട്ടോളി. ടീച്ചറെ 2 മാസത്തെ പിന്നെ വിശ്രമം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണില്ലേ. വിശ്രമം ഉണ്ടായിരുന്നില്ല. ഈ ദിവസത്തേക്ക് വേണ്ടിട്ട് തയ്യാറെടുപ്പായിരുന്നു. വിശ്രമം ഇല്ല. തയ്യാറെടുപ്പാണ് കേട്ടോളി. അപ്പൊ തയ്യാറെടുപ്പായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. കുഞ്ഞുമക്കളൊക്കെ ഗംഭീരമായി വന്നിട്ടുണ്ട്. പഠിപ്പൊക്കെ നന്നായി നടക്കട്ടെ. ഇനിയിപ്പോ രക്ഷിതാക്കൾ നിങ്ങളുടെ ഒപ്പടിക്കുകയാണ്. തീർച്ചയായിട്ടും രക്ഷിതാക്കൾ കൂടെ ഉണ്ടാകും. അതേപോലെ ഇവിടുത്തെ PTA-കാരൊക്കെ ഗംഭീരമാണെന്ന് പറയുന്നു. എല്ലാവരുടെയും സഹകരണത്തോടെ നമ്മുടെ മക്കളുടെ പഠിപ്പ് ഗംഭീരമായി നടക്കട്ടെ അല്ലേ. അവളെ എന്താണ് പേര്? 1-ാം ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണില്ലേ അല്ലേ മക്കളെ. സന്തോഷമല്ലേ? നങ്ങ പഠിക്കും പണിയൊന്നുമല്ല. നിങ്ങളുടെ മനസ്സൊക്കെ എന്താ പറയാ, പുഞ്ചിരിയുണ്ട്. നങ്ങ പഠിക്കാനൊക്കെ സ്കൂളിൽ വരാൻ മടിച്ചവരാണ്, കരഞ്ഞവരാണ്. ഇന്നൊന്നും കരയില്ല അല്ലേ. മിടുക്കരാണ് ഇല്ലേ. അപ്പളേ ജാമീച്ച ഒരു പാട്ട് പാടിത്തരട്ടെ. എന്താ പാട്ട് പറഞ്ഞ? ഇന്നത്തെ കാലത്തെ ഒരുപാട് വിഷമം അനുഭവിക്കുകയാണ്. ഈ ലഹരി മരുന്ന് മുട്ടായിയൊക്കെ ഇല്ലേ, അതൊക്കെ നാട്ടിൽ വരികയാണ്. എൻ്റെ മക്കൾക്കൊന്നും അത് വേണ്ട കേട്ടോളി. അപ്പോൾ കുഞ്ഞു മനസ്സെ കൊടുക്കാനായി കുപ്പിക്കുള്ളിൽ മിഠായി, തങ്ക മനസ്സെ തകർക്കാനായി തക്കം പാർക്കും മിഠായി.
കളിയും ചിരിയും കളയാനായി കടന്നു വരുന്ന ഒരു മുട്ടായി. വാങ്ങരുതാരും തിന്നരുതാരും മക്കളെ ലഹരി മിഠായി ഇല്ലേ? ആ ലഹരി മിഠായിക്ക് വേണ്ട അല്ലേ? നമുക്ക് മധുര മിഠായി മതിയില്ലേ? അക്ഷര മിഠായി മതിയില്ലേ? അക്ഷര മിഠായി അകത്താക്കാൻ വേണ്ടി നിങ്ങൾ വന്നിരിക്കുകയല്ലേ അല്ലേ? അക്ഷര മിഠായി ടീച്ചർ വാരി വാരി തരും കേട്ടോളി. എല്ലാവരും നന്നായി തിന്നോളി. അക്ഷര മിഠായി മനസ്സ് നിറയട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പാലക്കാട് മോയിൻ LP സ്കൂളിലെ 1ാം ക്ലാസ്സിലെത്തിയ കുരുന്നുകൾക്കൊപ്പം 24 ന്യൂസിന് വേണ്ടി നമ്മുടെ ക്യാമറാമാൻ രാജീവിനൊപ്പം പാലക്കാടൻ ജാമ്യച്ചൻ കുമരേഷ് വടവന്നൂർ.